The tricky math world to make your mathematics easy. Hi, I'm Jayashree. Welcome to the Tricky Math World. നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നു നമ്മുടെ ഇടയിൽ. അത് ഒന്നുമല്ല, ഒരു ചെറിയ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ്, അതായത് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വീഡിയോ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഏതായാലും അതെല്ലാം ക്ലിയറായി, ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഞാനിവിടെ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ നോക്കൂ, ഞാൻ 3 പ്രോബ്ലംസ് എഴുതിയിട്ടുണ്ട് ആണല്ലോ. ഇതിൽ ഫസ്റ്റ് 7/5 - 3/5, അതായത് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനുള്ളത്. ലൈക്ക് ഫ്രാക്ഷൻസ് എന്താണെന്ന് പറഞ്ഞോ? ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയി വരുന്ന ഫ്രാക്ഷൻസ്. ഇവിടെ നോക്കൂ, 7/5 - 3/5 ഡിനോമിനേറ്റർ രണ്ടും 5 ആണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആഡ് ചെയ്യുന്ന പോലെ തന്നെ മൈനസ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാനും വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെ വരിക? ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ ദറ്റ് കോമൺ ഡിനോമിനേറ്റർ. അപ്പോൾ എങ്ങനെ വരിക? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അംശം ഏതൊക്കെയാണ് ഇവിടെ? 7 - 3 ഡിവൈഡഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ ആണ്, അതായത് 5. ദാറ്റ്സ് ഈക്വൽ ടു 7 - 3 മൈനസ് ചെയ്താൽ 4 ഡിവൈഡഡ് ബൈ 5. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അതേപോലെ തന്നെ ഒരു പ്രോബ്ലമാണ് ഇത്, 9/2 - 5/2. ഇതും ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, 2 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 9 - 5 ന്യൂമറേറ്റർ നമ്മൾ മൈനസ് ചെയ്യുക, ബൈ കോമൺ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 2 എഴുതി. അപ്പോൾ നോക്കൂ, ആൻസർ 9ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4/2. ഈ 4/2 ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടെ ചെറുതാക്കി എഴുതാം, ദാറ്റ് ഈസ് 2. അപ്പോൾ ആൻസർ കിട്ടി. നെക്സ്റ്റ് ഞാനിവിടെ എഴുതിയിട്ടുള്ള പ്രോബ്ലം 1 - 2/5. 1 - 2/5. 1ൽ നിന്ന് 2/5 മൈനസ് ചെയ്യണം. 1 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫ്രാക്ഷൻ ആണോ? 1 ഫ്രാക്ഷൻ തന്നെ. ഏതൊരു നമ്പറിനെ നമുക്ക് ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതാം, അതായത് ബൈ 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ 1/1, 1ന് പകരം 1/1 എന്ന് എഴുതാം. അപ്പോൾ ഫ്രാക്ഷൻ ആണല്ലോ, ആണ്. അപ്പോൾ ഇതും ഫ്രാക്ഷൻസ് തമ്മിലുള്ള വ്യവകലനം അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ തന്നെയാണ്. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഈ 1 വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? നോക്കി നോക്കൂ, 1 എന്നുള്ളത് നമുക്കറിയാം ഇവിടെ 5 ആണ്. അപ്പോൾ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും ഡിനോമിനേറ്റർ 5 ആയാൽ നമുക്ക് പെട്ടെന്ന് മൈനസ് ചെയ്യാൻ പറ്റും, ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ 5 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ നോക്കൂ, ഏതൊരു നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ 1ന് പകരം നമുക്ക് 5 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഏത് നമ്പർ എഴുതാൻ കഴിയും? 5 ഡിനോമിനേറ്റർ ആണെങ്കിൽ 1ന് ഈക്വൽ ആവണമെങ്കിൽ 5/5 എന്നുള്ള നമ്പറാണ് എടുക്കേണ്ടത്. അപ്പോൾ 1 = 5/5 എന്ന് നമുക്കിവിടെ എടുക്കാം. ഇനി ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് വരും? 1 - 2/5, അതായത് 1ന് പകരം നമ്മൾ എന്ത് എഴുതും? 5/5 - 2/5. ദാറ്റ്സ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ പോലെ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കിട്ടുക ആൻസർ? നമ്മൾ ന്യൂമറേറ്റർ നമ്മൾ മൈനസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 5 - 2 ഡിവൈഡഡ് ബൈ 5. ദാറ്റ്സ് ഈക്വൽ ടു 5ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3/5. ഇപ്പോൾ 1 വരുന്ന കേസസിൽ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ? അതായത് അതിനനുസരിച്ച് ആ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ ഇതിനെ എഴുതാം. അപ്പോൾ ആ നമ്പർ, അതേ നമ്പർ ബൈ സെയിം നമ്പർ ആവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അതിൻ്റെ അർത്ഥം 1 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മൈനസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസറും കിട്ടും. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് മൈനസ് ചെയ്യുക മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കൂ, 2/5 - 1/10. അതായത് ഇവിടെ ലൈക്ക് ഫ്രാക്ഷൻസ് ആണോ? അല്ല, അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയി വരുന്ന ഫ്രാക്ഷൻസ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? നോക്കൂ, ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാൻ കഴിയും. ഇവിടെ 5, 10 അത് രണ്ടുമാണ് ഡിനോമിനേറ്റർ. നമ്മളിപ്പോഴും ഡിനോമിനേറ്റർ ആണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. 5ഉം 10ഉം ആണ് ഡിനോമിനേറ്റർ വരുന്നത്. ഒരു കാര്യം നമുക്ക് ചിന്തിച്ചറിയാം, 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 10. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ
ഫ്രാക്ഷന് പകരം 10 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൈനസ് ചെയ്യാൻ പറ്റും. അതിനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഇതിനെ ഈ 2/5 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനെ 10 ഡിനോമിനേറ്റർ ആയി വരുന്ന ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റും. അതായത് ഇതിൻ്റെ ഒരു ഇക്വാലൻ്റ് ഫ്രാക്ഷൻ ആക്കി മാറ്റും. ഇക്വാലൻ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്രാക്ഷനെ ഇതിന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വലൻ്റ് ഫ്രാക്ഷൻസ് കിട്ടും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇക്വലൻ്റ് ഫ്രാക്ഷൻസ് കിട്ടും. ഇവിടെ നമുക്ക് 10 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 കിട്ടുക നോക്കുക. ഇവിടെ നമുക്ക് ആ നമ്പർ എഴുതി വയ്ക്കാം. 10 ഡിനോമിനേറ്റർ വരണമെന്നുണ്ടെങ്കിൽ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കറിയാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. ഇതേ 2 കൊണ്ട് നമ്മൾ ഈ അംശത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ഇക്വലൻ്റ് ഫ്രാക്ഷൻ ആവുള്ളൂ. 2 × 2 ദാറ്റ്സ് ഈക്വൽ ടു 4. 5 × 2 10. ഇനി നമുക്ക് 2/5 എന്നതിന് പകരം നമുക്ക് 4/10 എന്ന് ഉപയോഗിക്കാം. അതായത് ഇതും ഇതും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ ഫ്രാക്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 2/5ന് പകരം 4/10 മൈനസ് ഇവിടെ 1/10 ദാറ്റ്സ് ഈക്വൽ ടു 4 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 10. ഇപ്പോൾ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ മോഡലിലായി അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഈസിയാണ് 3/10. അപ്പോൾ ഇങ്ങനെ അൺലൈക്ക് ഫ്രാക്ഷൻസ് വരികയാണ്. ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിളാണ് അതിൻ്റെ മറ്റേ നമ്പർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കോളൂ. 5/4 മൈനസ് 7/12. ഇതും അൺലൈക്ക് ഫ്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 4ൻ്റെ സ്ഥാനത്ത് നമുക്ക് 12 ആക്കി മാറ്റാൻ ഈസിയാണല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാക്കാം? അതായത് ഇവിടെ 5/4ൻ്റെ 12 ഡിനോമിനേറ്ററായി വരുന്ന ഇക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, 5/4 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 ആവുക? 3 കൊണ്ട് അല്ലേ? അതേ 3 കൊണ്ട് തന്നെ നമുക്ക് 5നെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 3 ദാറ്റ് ഈസ് 15/12. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 5/4ന് പകരം നമ്മൾ ഈ 15/12 നോക്കാം. ഇക്വലൻ്റ് ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5/4 എന്നതിന് പകരം ഞാൻ എഴുതാൻ പോകുന്നത് 15/12. 15/12 മൈനസ് നെക്സ്റ്റ് 7/12 അതേപോലെ തന്നെ ദാറ്റ്സ് ഈക്വൽ ടു, ഇപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ ആയല്ലോ. ഇനി എന്ത് ചെയ്യാം? 15 മൈനസ് 7 ഡിവൈഡഡ് ബൈ 12 ദാറ്റ്സ് ഈക്വൽ ടു 15 7 മൈനസ് ചെയ്താൽ 8/12. ഇനി 8/12 ഇത് ഇവിടെ നിർത്താം നമുക്ക് നമ്മുടെ ഈ ക്രിയ. പക്ഷേ 8ഉം 12ഉം നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാൻ പറ്റൂലേ? 8ലും 12ലും പോണ നമ്പർ ഏതാ? 4 ആണ്. അപ്പോൾ 4ൽ 8ൽ എത്ര 4 ആണ്? 2 4s are 8. ദെൻ 12ൽ എത്ര 4 ആണ്? 3 4s are 12. ദാറ്റ്സ് ഈക്വൽ ടു 2/3. 8/12 എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ഒന്നുകൂടെ ചെറുതാക്കാൻ നമുക്ക് ചെറിയൊരു നമ്പർ കിട്ടുമല്ലോ, ചെറിയൊരു ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/3 എന്ന ആൻസർ കിട്ടി. അപ്പോൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായി. ഇപ്പോൾ ഇത് ഒന്നിൻ്റെ മൾട്ടിപ്പിൾ മറ്റേതാകുമ്പോൾ മാത്രമാണ് ഈ കേസസ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതല്ലാതെ വരുന്ന കേസിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് അതിൻ്റെ 2 പ്രോബ്ലംസ് കൂടി ചെയ്യാം. നെക്സ്റ്റ് ആകുമ്പോൾ 5/3 മൈനസ് 2/7. അടുത്ത പ്രോബ്ലം. ഇവിടെ നോക്കൂ, ഇത് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. എന്തായാലും ഉറപ്പല്ലേ? 3ഉം 7ഉം ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ്. ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കിക്കോളൂ. ഇവിടെ 3 നമ്മൾ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 7 കിട്ടുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3യുടെയും 7ൻ്റെയും LCM കാണണം. അതായത് LCM ഓഫ് 3 and 7 ഇതായിരിക്കും നമ്മളുടെ എന്ത് പറയുന്നത്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ആ LCM ആക്കണം നമ്മളുടെ ഡിനോമിനേറ്റർ. അങ്ങനെ എന്നിട്ട് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ 3യുടെയും 7ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും?
3യുടെയും 7ന്റെയും LCM കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണല്ലോ അല്ലേ. അതായത് 3യും 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? LCM കിട്ടും. കാരണം എന്താണ്? 3യും 7ഉം എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. 3ക്കും 7ഉം വേറെ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ല, മൾട്ടിപ്പിൾസ് അല്ല, ഫാക്ടേഴ്സ് ഇല്ല. അത് കാരണം 3യും 7ഉം പ്രൈം നമ്പേഴ്സ് ആയത് കാരണം ആ 3യും 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? LCM കിട്ടും. അതായത് 3 × 7 = 21. അപ്പോൾ 21 ആണ് നമ്മളുടെ എന്ത്? ഡിനോമിനേറ്റർ. ഇനി നമ്മൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ എന്ത് ആക്കണം? 21 ആക്കണം. അതായത് 5/3 എന്നതിൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അവിടെ ഡിനോമിനേറ്റർ എന്താവണം? 21 ആവണം. നമുക്കറിയാം 3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 21 ആവുന്നത്? 3യെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ അല്ലേ. 5 × 7 = 35. 35/21 അത് കിട്ടി നമുക്ക്. ഇതേപോലെ ഇതിനെയും നമ്മൾ ഈ ഡിനോമിനേറ്റർ 21 ആക്കണം. അപ്പോൾ നോക്കൂ, അവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/7 ആണ്. ഇതിനെ നമ്മൾ ഡിനോമിനേറ്റർ 21 ആക്കണമെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 3. ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ 2 × 3 = 6. 6/21. അപ്പോൾ നമുക്ക് ഈ 5/3ക്കും 2/7ഉം ഈക്വൽ ആയിട്ടുള്ള 21 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ? സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ ഏതാണ് ചെയ്യേണ്ടത്? 5/3ക്ക് പകരം നമുക്ക് 35/21 മൈനസ് 2/7 പകരം നമുക്ക് എന്തെഴുതാം? 6/21. 6/21. ഇപ്പോൾ നോക്കൂ, ലൈക്ക് ഫ്രാക്ഷൻസ് ആയില്ലേ? ആയി. ഇനി ഇങ്ങനെ മൈനസ് ചെയ്യാം. ഈക്വൽ ടു 35 - 6 / 21. ദാറ്റ്സ് ഈക്വൽ ടു 35ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ എന്ത് വരും? 29/21. 29/21 കുറച്ച് വലിയ നമ്പറൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്കിതിനെ ചെറുതാക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. നമുക്ക് 29ൽ പോകുന്ന വേറൊരു നമ്പറും ഇല്ല. അത് കാരണം ഇതൊരു പ്രൈം നമ്പറാണ്. അത് കാരണം നമുക്ക് അതിന് ചെറുതാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 29/21 കിട്ടി. ഇനി ഇത് തന്നെ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതാണ്ട് ഈസി മെത്തേഡിലും കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. നോക്കൂ, അതേ പ്രോബ്ലം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് അത്രയൊന്നും സ്റ്റെപ്പ് എഴുതാതെ അതായത് പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഇവിടെ നമുക്ക് 5/3 - 2/7. ഇവിടെ ഈ നമുക്കറിയാം ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് അല്ലേ. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് LCM കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈയും കൂടി ചെയ്യാം. അതായത് 3നെ 2 കൊണ്ടും അതേമാതിരി 5നെ 7 കൊണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് 5 × 7. ഇവിടുത്തെ ന്യൂമറേറ്റർ മറ്റേതിൻ്റെ ഡിനോമിനേറ്റർ, അതായത് ഒന്നിൻ്റെ ന്യൂമറേറ്ററും മറ്റിൻ്റെ ഡിനോമിനേറ്ററും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 5 × 7 പിന്നെ മൈനസ് സൈനിടുക. മൈനസ് ഇവിടെ 2 ആണല്ലേ ഉള്ളത്. 2 × ഇവിടെ 3. 2 × 3 എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ 3 × 7. നമുക്കറിയാം 21 ആണല്ലോ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. അതായത് 3യും 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താ ഇവിടെ താഴെയുള്ള വെച്ചാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ആ സ്റ്റെപ്പായിട്ട് എഴുതാം 3 × 7. ദാറ്റ്സ് ഈക്വൽ ടു 5 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 മൈനസ് 2 × 3 6 ഡിവൈഡഡ് ബൈ 7 × 3 21. ദാറ്റ്സ് ഈക്വൽ ടു 35ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 29/21. ആൻസർ കിട്ടിയല്ലോ. മറ്റേ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഈക്വൽ ഫ്രാക്ഷൻ ആക്കി ചേഞ്ച് ചെയ്തതിന് ശേഷമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ LCM കണ്ടുപിടിക്കുന്ന ആ കേസസിൽ നമുക്ക് ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് മൈനസ് ചെയ്യുക. ഇത് അഡീഷൻ്റെ കേസിലും ഇത് ചെയ്യാം കേട്ടോ. ഇതേമാതിരി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ സബ്ട്രാക്ഷന് പകരം അഡീഷൻ ആവുന്നു മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്ന് കിട്ടാവുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്
എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് കേട്ടോ. നിങ്ങൾ നെഗറ്റീവ് കമൻസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാനത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിൽ ചേഞ്ചസ് വരുത്തുന്നതാണ്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. സോ അതുവരേക്കും ബൈ.